ഇപ്പോൾ ഇറങ്ങുന്ന മലയാള സിനിമകളുടെ ഭാവി പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുക. അല്ല, ഇത് ഞാൻ ആലോചിക്കുന്നത് ഈ വളരെ പുതിയ തുടക്കക്കാരായ ചെറുപ്പക്കാരുണ്ടല്ലോ, അവർ ഗംഭീര വിജയങ്ങൾ നേടുമ്പോൾ ഈ സൂപ്പർ താരങ്ങളുടെ എത്രയും 100 കോടി 125 കോടിയൊക്കെ നിർമ്മിച്ച് മുടക്കി എടുക്കുന്ന സിനിമകൾ ഉദ്ദേശ ഫലം കാണാതെ പോകുന്നുണ്ട്. ഇവർ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം ഈ വലിയ പ്രീ പബ്ലിസിറ്റി, ഒരു ഹൈപ്പ് ഉണ്ടാക്കി വിടുന്നു. അതാണ് ഇതിൻ്റെ എല്ലാ ഒരു തകർച്ച. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെല്ലാം അവിടെ പോയിരിക്കും, അതാണ് അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം നമുക്കറിയാം ആട് ജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ. ഈ ആട് ജീവിതം ഷൂട്ട് ചെയ്ത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ പുറത്ത്. അതെ, ഈ സിനിമയ്ക്ക് അനാവശ്യ ഹൈപ്പ് കൊടുത്തു. ഏതാ പിന്നെ പൃഥ്വിരാജ് പട്ടിണി കിടക്കുന്നു, അയാൾ കോല് പോലാകുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഈ സിനിമ കൊണ്ട് എന്തോ വലിയ സംഭവം പോലെയാണ് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഹൈപ്പ്, ഈ നേരത്തെ പ്രീ പബ്ലിസിറ്റിയിലുള്ള ഇതിൻ്റെ ഓരോ ഇഞ്ചോടിഞ്ചുള്ള വർണ്ണന, കോവിഡ് കാലത്ത് ലെബനനിൽ കുടുങ്ങിപ്പോയതിൻ്റെ കഥ, ഇതെല്ലാം വെച്ചിട്ട് നമ്മളെല്ലാം ഇതിന് ആകാംക്ഷയോടെ കാത്തിരുന്നു. നമ്മൾ പോയി സിനിമ കണ്ട് അങ്ങോട്ട് കയറി ഇരുന്നപ്പോൾ തൊട്ട് നമ്മൾ ഉറങ്ങാൻ തുടങ്ങി. യാതൊരു രീതിയിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഒരു സിനിമ. അതുപോലെ ആണ് ഈ ലൂസിഫർ. വലിയ ഹൈപ്പില്ല വന്ന സിനിമ. ലൂസിഫർ വലിയ വിജയം നേടി. പക്ഷേ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വലിയ ഹൈപ്പുമായിട്ട് വന്നു. ആ സാധനം ചിരി. പക്ഷേ വേറൊരു കാര്യങ്ങൾ നമ്മൾ പറയണം, ഹൈപ്പുമായിട്ട് വന്ന് സെക്കൻഡും തേർഡും പാർട്ട് വിജയിച്ച സിനിമകളുണ്ട് ഇവിടെ. ആട് 2ഉം ആട് 3 വൻ വിജയം നേടിയ സിനിമകൾ. ആട് 1 പൊളിഞ്ഞു പോയ സിനിമ, തിയേറ്ററിൽ പൊളിഞ്ഞു പോയി, OTTയിൽ ഹിറ്റായി, ചാനലുകൾ ഹിറ്റായി, CD വിറ്റ് ഹിറ്റായൊരു സിനിമയാണ്. അപ്പം അവിടെ നിന്ന് ഈ ആട് 3യിലേക്ക് വന്ന് ആട് 3 കൂട്ടത്തോടെ വാരിക്കൊണ്ടുപോയി. അതിനൊപ്പം തന്നെ റിലീസ് ചെയ്ത വാഴ 2, ഇതിൻ്റെയൊക്കെ പേര് തന്നെ കേട്ടില്ല, വാഴ 2. ഈ വാഴ 2 ആണ് ഈ സമീപകാലത്തെ ഇൻഡസ്ട്രി ഹിറ്റ്. എല്ലാം ചെറുപ്പക്കാർ, മൊത്തം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. അല്ലാതെ അതിനകത്ത് നമുക്കറിയാവുന്ന സ്ഥിരം നടീനടന്മാരായിട്ടുള്ളത് സുധീഷും അതുപോലെ ഈ പിന്നെ ബിജുക്കുട്ടനും പോലെയുള്ള താരങ്ങളാണ്. ബിജുക്കുട്ടന് സിനിമാ ജീവിതത്തിൽ കിട്ടിയ നല്ലൊരു മികച്ച വേഷവും കൂടെ കിട്ടി. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ്. അതുപോലെ ഇദ്ദേഹം നമ്മുടെ പഴയ രവീന്ദ്രൻ തിരിച്ചു വന്നു. രവീന്ദ്രൻ ഒരു ചെറിയ 2 സീനേ ഉള്ളൂ, പക്ഷെ രവീന്ദ്രൻ അത് ഗംഭീരമായിട്ട് ചെയ്ത് രവീന്ദ്രൻ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അപ്പം ഈ വാഴ 2 ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത നിർമ്മാണ ചെലവിൽ നിന്നുകൊണ്ട് പുതുമുഖങ്ങളെ മാത്രം നിർത്തിക്കൊണ്ട്. പക്ഷെ ആ സിനിമയുടെയൊക്കെ ഒരു രീതി എന്താണ്, ആ സിനിമയ്ക്ക് ലോജിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ആടിനും ഉണ്ട്, ഇതിനുമുണ്ട്. പക്ഷേ നമ്മളെ ഈ തിയേറ്ററിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഇരുത്തി ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ. എനിക്ക് വന്നിട്ടുള്ളത് പുതിയ തലമുറയിൽ ഒരുപാട് നല്ല തിരക്കഥാകൃത്തുകൾ വന്നിട്ടുണ്ട്. അവർക്ക് ഒരു വ്യത്യസ്ത ഒരു വിഷനുണ്ട്, ഒരു രീതിയുണ്ട്. അവരങ്ങനെ തന്നെ സിനിമ എടുക്കുകയും അത് പുതിയ തലമുറയും പഴയ തലമുറയും ഒരുപോലെ ആകർഷിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ വന്നിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയിൽ ഇപ്പോഴും കുറച്ച് ആളുകൾ ഈ 30 വർഷം മുമ്പ് എടുത്തിരുന്ന സിനിമയുടെ അതേ പാറ്റേൺ കൊണ്ട് വീണ്ടും വരികയാണ്. അതായത് മാറാത്ത സിനിമാ സംസ്കാരം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ കുഴപ്പം. നമുക്കറിയാം നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത്, നമ്മുടെയൊക്കെ ബാല്യകാലത്ത് യൗവനകാലത്തും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പദവിയുണ്ട്. അത് നസീറും മധുവും ആയിരുന്നു ആദ്യകാലങ്ങളിൽ. അപ്പം നസീർ, മധു, സോമൻ, സുകുമാരൻ, ജയൻ, ഇത്രയും പേരുടെ ഇത് മൾട്ടി സ്റ്റാർ ചിത്രമാണ്. അന്നൊരു മൾട്ടി സ്റ്റാർ ചിത്രത്തിന് വലിയ ചിലവൊന്നുമില്ല. ഈ അതിനകത്ത് KP ഉമ്മറും അങ്ങനെ കുറച്ച് പ്രതിഫലം കുറവാണല്ലോ. അതെ, അന്ന് 2ാം നിര താരങ്ങളായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങുന്ന ഒരു നിര എന്ന് പറയുന്നത്, നെടുമുടി വേണു ഒക്കെ. പിന്നീട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇവർ പതുക്കെ സൂപ്പർ താര പദവിയിലേക്ക്. മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങൾ ആദ്യമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവർ 2 പേരുമാണ്. ജയനുമായിരുന്നു. ശരിക്കും സൂപ്പർ താരം ജയനായിരുന്നു. പ്രേം നസീർ പിന്നെ എല്ലാ വേഷവും. ജയൻ 2 വർഷം കൊണ്ടാണ് സൂപ്പർ താരം. പിന്നെ അതിന് പുറകെ ഇവർക്ക് 2നും പുറകെ ആര് വന്നു, ഇദ്ദേഹം വന്നു, സുരേഷ് ഗോപി. പിന്നീട് ജയറാമിനെയൊന്നും പക്ഷേ സൂപ്പർ താരം എന്ന് വിളിക്കാൻ പറ്റില്ല. ഈ 3 പേര്, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയാണ് സൂപ്പർ താരങ്ങളായിട്ട് മാറി. അവരുടേതായിട്ടുള്ള ഒരേ പാറ്റേണിലുള്ള സിനിമകൾ വരുന്നു. അന്നത്തെ കാലത്ത് അത് ഓടുന്നുണ്ട്. പക്ഷേ ഈ കാലത്തിനനുസരിച്ച് അല്പമെങ്കിലും മാറി സിനിമ എടുക്കാൻ പുതിയ പിള്ളേരുടെ കൂടി ശ്രമിച്ച ഒരാൾ മമ്മൂട്ടിയാണ്. ജോഷി. കാരണം ജോഷി ഇപ്പോഴും പിടിച്ചിരിക്കുന്നു. ജയനെ നായകനാക്കി മൂർഖൻ പിടിച്ചിറങ്ങിയ 76 ആണെന്ന് തോന്നുന്നു. അതായത് 80കളുടെ അന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഇപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്.
അദ്ദേഹത്തിന്റെ പടത്തിന് ഒരു മിനിമം ഗ്യാരണ്ടി കിട്ടുന്നു. മാത്രമല്ല അദ്ദേഹം വെറൈറ്റി സിനിമ തന്നെ എടുക്കുന്നത്, പുതിയ തലമുറയുടെ എടുക്കുമ്പോൾ സിനിമ അതാണ് സിനിമ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഷാജി കൈലാസ് ഇടയ്ക്ക് അങ്ങ് ഒതുങ്ങിപ്പോയതാണ്. അദ്ദേഹം പിന്നെ കടുവ എന്ന് പറഞ്ഞൊരു സിനിമ വെച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ജോജുവിനെ വെച്ചൊരു പുതിയ സിനിമ തുടങ്ങിയിട്ടുണ്ട്, വരവ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു വരവ് തന്നെയാണ്. പണ്ടെന്താണ് നമ്മൾ സിനിമ വിജയിക്കണമെങ്കിൽ സൂപ്പർ താരങ്ങൾ വേണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ രണ്ടാം നിര താരങ്ങളുടേതായിട്ട് മിനിമം ഗ്യാരണ്ടി പടങ്ങൾ വന്നു. ഈ മുകേഷ്, സിദ്ദിഖ്, ജഗദീഷ്, ജയറാം, അങ്ങനെ വന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സംഭവം എന്താണെന്നറിയോ? ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ട് കേൾക്കാറുണ്ട്. യേശുദാസിന് വയ്യ, യേശുദാസ് പാട്ട് നിർത്തി. ഇപ്പം നമ്മൾ പാടുന്ന ഗായകരാണെന്ന് നമുക്ക് അറിയില്ല. പാട്ട് തന്നെയല്ല പല സിനിമ അറിയില്ല, പാട്ട് കാണും. അതുകൊണ്ട് ഇത് ആരാ പാടുന്നത് എന്താണെന്നും അറിയത്തില്ല. പിന്നെ ഏതെങ്കിലും കാലക്കേടിന് എങ്ങനെ ഒരു പാട്ട് ഹിറ്റായാൽ അപ്പം നമ്മൾ തിരക്കും ഈ പാട്ട് ആരാ പാടിയത്, അത്രയേ ഉള്ളൂ. അത്രേ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ സിനിമാ താരങ്ങൾ. സൂപ്പർ താരങ്ങളുടെ സിനിമ കാണാൻ ആൾ വരുന്നില്ല. കഴിഞ്ഞ ദിവസം റിലീസായ പാട്രിയോട്ടിനെ നമുക്ക് എടുക്കാം. അതെ, അതിനകത്ത് ഒന്നാമത്തെ വിഷയം ഇപ്പം മഹേഷ് നാരായൺ എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട് ആളാണ്. നല്ല സിനിമ എടുത്തിട്ടുള്ള ആളാണ്. കുഞ്ചാക്കോവിനെയൊക്കെ വെച്ചൊരു പടം എടുത്തായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പടം എടുക്കാൻ അറിയാം. പക്ഷെ അദ്ദേഹം ഇവിടെ പൊളിഞ്ഞു, പേട്രിയറ്റിൽ പൊളിഞ്ഞു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇത്രയും താരങ്ങളെ ഒരുമിച്ച് അണിനിരത്തുമ്പോൾ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എല്ലാവരും ഇവരൊക്കെ ഈഗോ അല്ലെങ്കിൽ ഇവരെ കൂടെ അസ്മാദിൽ സെറ്റിൽ വരുമല്ലോ. ഈ താരങ്ങളെ ചുറ്റും ഒരു ഇതുണ്ടല്ലോ, സിംഗിളുകളുണ്ടല്ലോ, അവർ വന്ന് നിൽക്കും. അപ്പോൾ അവർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. അല്ലെങ്കിൽ അവർ ഈ നായകനെ ഈ സൂപ്പർ താരത്തിനെ പിരിയേറ്റും, മറ്റൊരാണ് കൂടെ പ്രാധാന്യം നിങ്ങൾക്കല്ല എന്ന് പറയും. സ്വാഭാവികമായിട്ടും ഇവർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പണ്ട് ഫാസിലിൻ്റെ സിനിമയിൽ 2 ക്ലൈമാക്സ് വെച്ച് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അതുപോലെ 2020 എന്ന് പറഞ്ഞൊരു സിനിമ വന്നായിരുന്നല്ലോ. അതെ, ആ സിനിമയ്ക്കകത്ത് ശരിക്കും എല്ലാ താരങ്ങൾക്കും അവരുടേതായിട്ടുള്ള സീൻസ്, ഇത്ര സീൻസ് വേണ്ടി വന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം നിലവിലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സൂപ്പർ താരം എന്നല്ല, ആരാന്ന് പറഞ്ഞാലും ഒരു സിനിമ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്നനുസരിച്ച് ഇരിക്കും ആ സിനിമയുടെ വിജയം. അല്ല, ഇതിപ്പോൾ പാട്രിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം 150 കോടി ചിലവായി എന്ന് പറയുന്നത് 105 കോടിയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും 100 കോടി കൂടുതൽ ഉറപ്പാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും സമയമെടുത്ത് മമ്മൂട്ടിക്കാണ്ടെങ്കിൽ ഇതിന് പിന്നെ ഇത് വിദേശത്ത് ഷൂട്ട് ചെയ്ത് പല രാജ്യങ്ങളിലും പോയി ഷൂട്ട് ചെയ്തില്ലേ, എല്ലാം കൂടെ ചേർത്ത് വലിയ തുകയായി കാണും. നമ്മൾ ഈ മുമ്പ് പറഞ്ഞ ഹൈപ്പ് ആ ഹൈപ്പ് എല്ലാം കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സിനിമയ്ക്ക് പിന്നെ ആദ്യത്തെ ദിവസം തന്നെ നെഗറ്റീവ് റിവ്യൂ ആണ് വന്നത്. നെഗറ്റീവ് റിവ്യൂ ആണ്. പക്ഷെ പോസിറ്റീവ് റിവ്യൂ വന്നാലും ഇല്ലെങ്കിലും ഈ ആഡ് പോലെയുള്ള സിനിമകൾ കണ്ടിട്ട് സാധാരണ പ്രേക്ഷകർ ഈ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കും. പിന്നെ നമ്മൾ ബൗത്ത് പബ്ലിസിറ്റി, ഞാൻ അങ്ങനെ കണ്ടതാണ് ഈ 2 സിനിമകൾ, ഈ വാഴയും ആടും ഇപ്പോൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കാണുകയാണെങ്കിൽ ആ ഒരു പിന്നെ സിനിമ 2 മണിക്കൂർ നമ്മൾ ഒന്നും അറിയാം. നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഒരു സിനിമയാണ്. അതെ, ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളും കുട്ടികൾക്ക് കൂടെ കാണാൻ പറ്റിയ സിനിമകൾ തന്നെയാണ്. അവരൊക്കെ 2 മണിക്കൂർ എൻജോയ് ചെയ്യുക, അത്ര ആഹ്ലാദമായിട്ടിരിക്കുക. അതല്ലാതെ ഈ സൂപ്പർ താരത്തിൻ്റെ മഹാപരാക്രമങ്ങളൊന്നും കാണാൻ ഇനി ആൾക്ക് താല്പര്യമില്ല. ഓരോ കാലത്തും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്, അതാണ് സംഭവിച്ചത്. അതെ. മലയാള സിനിമയിൽ ഒരു കാലത്ത് ട്രെൻഡിന് അനുസരിച്ച് സിനിമ എടുക്കാത്ത ഒരാൾ ബാലേന്ദ്രനായിരുന്നു. അതെ, മലയാള സിനിമയിൽ പല ട്രെൻഡുകളും മാറി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ വേറെ വ്യത്യസ്തമായ പ്രമേയങ്ങളായിട്ട് വരുമായിരുന്നു. ഇന്ന് ഒരു പക്ഷേ ഇന്നത്തെ വലിയൊരു തലമുറ ചെറുപ്പക്കാർ അതേ രീതി തന്നെ അവർ വരുന്നത്. മാത്രമല്ല പണ്ടത്തെ സിനിമയുടെ അതിന് മൊത്തത്തിലുള്ള ഒരു പ്ലോട്ട് എടുത്താൽ അതിലൊരു 5 വിഷയം എടുത്താൽ ഇന്ന് 5 സിനിമയാക്കാം. അല്ല, ഒരു സിനിമയുടെ ചുവട് പിടിച്ച് മറ്റൊരു സിനിമ വരുന്ന ആ ഒരു കാലം കഴിഞ്ഞു. അതാണ് സംഭവിച്ചത്. അത് മാത്രമല്ല, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് മുതൽ മുടക്കിനെ കുറിച്ചാണ്. അതെ, ആരെങ്കിലും ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ട് ഇന്നിടയ്ക്ക് ഒരു പ്രൊഡ്യൂസർ വന്ന് കരയുന്നുണ്ടായിരുന്നല്ലോ, മുരളി. അതെ, അപ്പോൾ ഇതുപോലെ ഈ വരുന്ന പൈസ മുടക്കാൻ പറഞ്ഞ ആളെങ്കിലും മുഴുവൻ ചിന്തിക്കണം. കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് സിനിമ കാണിക്കാം, അല്ലെങ്കിൽ OTT പോകാം, പിന്നെ ഓവർസീസ് റേറ്റ് ഒക്കെ ഉണ്ട്, എങ്കിൽ പോലും ഈ പൈസ മുടക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടുണ്ടാകും പൈസ. അതാണ് 100 കോടി ക്ലബ്ബിൽ കയറി 200 കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെ പറയുമ്പോഴും ഇടയ്ക്ക് ആരും അതിനെക്കുറിച്ചിട്ട് കണക്ക് കൊടുത്തിരുന്നു. ഈ ഇത്രയും കോടി കയറിയാലും പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ അവസാനം ഒന്നും കിട്ടില്ല. എന്തായാലും മലയാള സിനിമയുടെ മനസ്സറിഞ്ഞ് പൾസറിഞ്ഞ് സിനിമ എടുക്കുന്ന ഒരുപാട് നവ സംവിധായകർ എത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ മലയാള സിനിമയുടെ ഭാവി സുരക്ഷിതമാണ്. ഇനിയും ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളൊക്കെ തങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള വേഷത്തിലേക്ക് മാറണം. അതിക്രമിച്ചു ഇവർ കണ്ടുപഠിക്കേണ്ട അമിതാഭ് ബച്ചനാണ്. അദ്ദേഹം ഒരു പക്വതയുള്ള പ്രായത്തിൽ തന്നെ അദ്ദേഹം പിന്നെ ഈ നായകനും ഈ വേഷം കിട്ടുന്നവർ അദ്ദേഹം സീരിയസ് റോളുകളിലേക്ക് മാറി. പക്ഷെ മലയാള സിനിമയിൽ ഇവർക്കെല്ലാം അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അവരൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു ആരാധകർ ചുറ്റും നിൽക്കുന്ന ഈ കക്ഷികളെല്ലാം പറയുമോ അങ്ങനെ ചെയ്യരുത്. പക്ഷേ ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് പ്രായം എല്ലാവർക്കും അറിയാം. പണ്ട് പലരുടെയും പ്രായമൊന്നും ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും പ്രായമൊക്കെ എല്ലാവർക്കും മനസ്സിലായി. വളരെ എളുപ്പമാണ്. ഇന്ന് എല്ലാവരും പ്രായം മനസ്സിലാക്കാനും എളുപ്പമാണ്. കാര്യം എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കൂടെ പഠിച്ചവരുടെയൊക്കെ കാലയളവ് വെച്ച് നോക്കുമ്പോൾ
വളരെ എളുപ്പത്തിനോ കണ്ടുപിടിക്കാൻ പറ്റും.